236 കോടി രൂപ ചെലവിട്ട പദ്ധതി 5 വർഷം കൊണ്ട് 424 കോടി രൂപ പിഴയായി ലഭിക്കുമെന്ന കണക്കുകൂട്ടൽ. 188 കോടി രൂപ സർക്കാരിന് അധികമായി ലഭിക്കുമെന്ന പ്രതീക്ഷ. AI ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങിയത് 2023 ജൂൺ 5 മുതൽ ഒക്ടോബർ 31 വരെ 5 മാസം പിന്നിടുമ്പോൾ 21 കോടി രൂപ മാത്രമാണ് പിഴയായി ലഭിച്ചിട്ടുള്ളത്. 74.32 ലക്ഷം നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഇതിൽ 58.29 ലക്ഷം മാത്രമാണ് പരിശോധിക്കാൻ കഴിഞ്ഞത്. 23.6 ലക്ഷം കേസുകൾ പിഴ ചുമത്തുന്നതിനുള്ള പ്രാരംഭ നടപടിയായി ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് മോണിറ്ററിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റി. 21 ലക്ഷം ചെല്ലാനുകൾ തയ്യാറാക്കി. ഇതുപ്രകാരം 139 കോടി രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ 21.4 കോടി രൂപ മാത്രമാണ് പിഴയായി ഖജനാവിൽ ലഭിച്ചിട്ടുള്ളത്. പിഴ ചുമത്തുന്നതിലെ വേഗക്കുറവും പിഴ ലഭിക്കുന്നതിലെ കാലതാമസവും കാരണം കെൽട്രോണിന് നൽകേണ്ട തുക പോലും ഖജനാവിൽ ലഭിക്കാത്ത അവസ്ഥയാണ്. കെൽട്രോണിനുള്ള ആദ്യ ഗഡുവായി 11.75 കോടി രൂപ നൽകാൻ കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. AI ക്യാമറകളിൽ നിന്നുള്ള വിവരങ്ങൾ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുന്നതിനുള്ള സംവിധാനം കെൽട്രോണിന്റെ ചുമതലയാണ്. നിയമലംഘനങ്ങൾക്ക് ആനുപാതികമായി പിഴ ചുമത്തിയില്ലെങ്കിൽ കുറ്റം ആവർത്തിക്കുന്നത് തടയാൻ കഴിയില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.